നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ലത മാഡം, ഞാൻ ഇറങ്ങുവാണേ. മരിയ പൊയ്ക്കോ, ഹസ്ബൻഡ് എത്താറായി. ഞാനും ഇപ്പൊ ഇറങ്ങും. ശരി. മരിയ നിക്ക്, ഞാനും വരുന്നു. മാഡം, ഉത്തമൻ സാറേ, ഞാനും പോവാണേ. സാറിന്റെ വർക്ക് ഇതുവരെ കഴിഞ്ഞില്ലേ? കുറച്ചും കൂടി തീർക്കാനുണ്ട്. ഇന്നിതങ്ങ് തീർത്തു വെച്ചാ രാവിലെ തന്നെ സുന്ദരി മേഡത്തിന്റെ ടേബിളിൽ കൊണ്ട് വെക്കാലോ. ആഹാ, അത് കൊള്ളാലോ. അപ്പോ ഉത്തമൻ സാറും പഞ്ചലായി തുടങ്ങിയല്ലേ? ഞാൻ പണ്ടേ പങ്ക്ച്വലാണല്ലോ. എങ്കിൽ പിന്നെ കാര്യങ്ങൾ നടക്കട്ടെ. എന്നാ ഓക്കെ സാറേ, ബൈ. അപ്പൊ നാളെ കാണാം. ഈ കോൺട്രാക്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയാ ഉണ്ടാവാൻ പോകുന്നത് കോടികളുടെ നഷ്ടമാണ്. നഷ്ടപ്പെടുന്നത് 1 കോടിയോ 10 കോടിയോ ആയിക്കോട്ടെ, ഞാനതങ്ങ് സഹിക്കും. പക്ഷെ ഈ കോൺട്രാക്ട് നഷ്ടപ്പെട്ട നമ്മൾ ആ സുന്ദരിയുടെ മുന്നിൽ തോൽക്കുന്നതിന് തുല്യമാ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ് ക്യാൻസൽ ചെയ്ത് അത് മറ്റൊരാള് കംപ്ലീറ്റ് ചെയ്താ അതിൽ പരൊരു അപമാനം വേറെ ഉണ്ടാവാനില്ല. ദാറ്റ് ഈസ് ഷെയിം ഫോർ us, ക്രിസ്റ്റി. ഏയ്, നീ സമാധാനായിട്ടിരിക്കേ. കളിക്കാവുന്ന എല്ലാ കളികളും ഞാൻ കളിക്കും. ഈ കോൺട്രാക്ട് കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കും. ആ പറ ഉത്തമ സാറേ. ക്രിസ്റ്റി സാറേ, സാറ് എത്ര എമൗണ്ടിനാ ടെൻഡർ കൊടുത്തിരിക്കുന്നേ? 2 കോടി 10 ലക്ഷം. ബെസ്റ്റ്. എന്റെ ക്രിസ്റ്റി സാറേ, അതിലും കുറഞ്ഞ എമൗണ്ടിൽ സുന്ദരിയുടെ സ്വന്തം ആള് ഇവിടെ കോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഒരു മധുസൂദനൻ 1 കോടി 85 ലക്ഷം രൂപ. ബുദ്ധിമതിയായ സുന്ദരി ആ ടെൻഡർ കവർ എന്നെ ഏൽപ്പിച്ചിട്ടാ പോയിരിക്കുന്നത്. ഞാനേ അത് അന്തസ്സായിട്ട് അങ്ങ് പൊട്ടിച്ചു. 1.85 കോട്ട് ചെയ്തിരിക്കുന്ന ഈ സമയത്ത് ടെൻഡർ അയാൾക്കേ കിട്ടൂ. ക്രിസ്റ്റി സാറിന് നല്ല നൈസായിട്ട് പണിയും കിട്ടും. 1.85 വേറെ കൊട്ടേഷൻ ചെന്നിട്ടുണ്ടെന്ന്. ഇതിൽ പേടിക്കാനൊന്നുമില്ല സാറേ, നാളെ സമയമുണ്ടല്ലോ. ഒന്നും നോക്കണ്ട, 1.80 സാറ് ബിനാമി പേരിൽ ഒരു കൊട്ടേഷൻ കൂടി അങ്ങ് കൊടുത്തേക്ക്. ഞാൻ ഈ പറഞ്ഞ മധുസൂദനൻ കോട്ട് ചെയ്തിരിക്കുന്നതിൽ നിന്നും വെറും 5 ലക്ഷം രൂപ കുറച്ച് ഈ കൊട്ടേഷൻ ക്രിസ്റ്റി സാറിന് തന്നെ കിട്ടിയിരിക്കും. ഓക്കെ? ഓക്കെയാണ് സാർ.
നാളെ തന്നെ 1,80,00,000 ഒരു ബിനാമി ടെൻഡർ ഞാൻ ഓഫീസിൽ എത്തിച്ചിരിക്കും. ആ പിന്നെ കാണാം, നമുക്ക് വേണ്ട രീതി തന്നെ കാണാം സാറേ. എന്തായി? 180 അടുത്തൊരു ടെൻഡർ കൂടി കൊടുക്കണം, മറ്റൊരു പേരിൽ. നീ ഉറപ്പിച്ചോടായന, ഈ വർക്ക് നമുക്ക് തന്നെയായിരിക്കും. സത്യം പറഞ്ഞ മാലിനിയോട് എന്താ പറയേണ്ടതെന്ന് അറിയാൻ പറ്റാതായിപ്പോയി എനിക്ക്. സംഗതി അവൾ ഓരോന്ന് ആലോചിച്ചു കൂട്ടുന്നതാ. അവളുടെ കണ്ണീര് കണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ള തോന്നല അവക്ക്. അതിനാരാ അവളെ ഒറ്റപ്പെടുത്തുന്നത്? പറ, ആരാ ഒറ്റപ്പെടുത്തുന്നത്? എന്തായാലും വിനീതിനെ കുറിച്ച് അവൾ അങ്ങനെ പറയില്ല. പിന്നാരാ? നീയോ, ഞാനോ, അതോ അച്ചമ്മയോ? സുന്ദരിയെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ മഹാപാപമാ. പിന്നെ സുന്ദരി കളക്ടറായതിന്റെ അസൂയൊക്കെ കാണും. അത് പറഞ്ഞു മാറ്റിയെടുക്കാന്നുള്ളത് നിന്റെ ചുമതലയാ. അസൂയ തോന്നാനേ സ്കൂൾ കുട്ടിയല്ല മാലിനി. ചില കാര്യങ്ങൾ മനസ്സിൽ തട്ടും. ആ മുറിവുകൾ ഉണങ്ങാതെ വ്രണ ആവുകയും ചെയ്യും. നീ എന്താ ഉദ്ദേശിച്ചത്? ഇങ്ങനൊരു വരവ് തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? സത്യം, പെട്ടെന്നേ എന്തു പറയണമെന്ന് അറിയാതായി പോയി എനിക്ക്. വാ, കേറി വാ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്ത് വിശേഷം, ഇങ്ങനെയൊക്കെ പോകുന്നു. ഒരു കാര്യമായിട്ട് സുന്ദരിമോളെ കാണണമായിരുന്നു, അതിനുവേണ്ടി ഇങ്ങോട്ട് വന്നത്. സുന്ദരി ഓഫീസിലേക്ക് പോയായിരുന്നല്ലോ. ഞാൻ ഓഫീസിൽ പോയിരുന്നു, മോളെ കാണുകയും ചെയ്തു. അപ്പൊ വീട്ടിലേക്ക് ഇരിക്കാൻ പറഞ്ഞു. മോളെ താൻ വൈകുന്നേരം ആവുമെന്ന് അറിയുന്നത് കൊണ്ട് 1-2 കാര്യങ്ങൾ ഇടയ്ക്ക് ചെയ്തു തീർത്തു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു, അത്രേ ഉള്ളൂ. നമ്മൾ അവസാനമായി കണ്ടത് സിദ്ധുവിന്റെ കുഞ്ഞിന്റെ നൂലുകെട്ടിനാണെന്ന് തോന്നുന്നു അല്ലേ? അല്ല, അത് കഴിഞ്ഞ് അവന്റെ അമ്മയുടെ മരണത്തിന് വന്നിരുന്നു. അതൊരു നല്ല വിശേഷമല്ലല്ലോ, അതുകൊണ്ടാ അത് പറയാതിരുന്നത്. ഇരിക്ക്. സുന്ദരിയെ കാണാനാണ് വന്നതെന്ന് പറഞ്ഞു. വെറുതെ കാണാൻ വന്നതാണോ അതോ? വരവ് വെറുതെ അല്ല, സുന്ദരിമോള് വിളിച്ചിരുന്നു. അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞായിരുന്നു. വെറുമൊരു പറച്ചിലല്ലായിരുന്നു, എന്തിനാണെന്നും പറഞ്ഞിരുന്നു. പറച്ചില്ലെന്തോ നിഗൂഢതയുണ്ടല്ലോ. നിഗൂഢതയൊന്നുമില്ല. നമ്മുടെ സിദ്ധുവിന്റെ അമ്മാവനില്ലേ, മീനയുടെ അച്ഛൻ, പുള്ളിക്കാരന് അത്യാവശ്യം കോൺട്രാക്റ്റും ലൈസൻസും ഒക്കെ ഉണ്ടായിരുന്നതല്ലേ. അവന്റെ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ അങ്ങ് ഒറ്റപ്പെട്ടു. ആ സമയത്ത് ഒരു ഐഡിയ തോന്നി. പുള്ളിക്കാരൻ്റെ കൂടെ ബിസിനസ്സിലങ്ങ് പാർട്ണർഷിപ്പ് തുടങ്ങി. അപ്പോ ചെറിയൊരു മുതലാളിയായി എന്നർത്ഥം. കോൺട്രാക്ടർ. പോലീസ് കുപ്പായത്തിൽ നിന്നും കോൺട്രാക്ട് പണിയിലേക്ക്. നല്ല ചേഞ്ചാ. എന്തായാലും കാര്യങ്ങൾ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പോഴാ സുന്ദരിമോള് വിളിച്ചിട്ട് ഒരു വർക്കിന്റെ കാര്യം പറഞ്ഞത്. ഒരു എമൗണ്ട് കോട്ട് ചെയ്ത് ടെൻഡർ കൊടുക്കാനും പറഞ്ഞു. അതിനുവേണ്ടി വന്നതാ. ആ പിന്നെ കൊച്ചുമോൾ എങ്ങനെ ഇരിക്കുന്നു? കളിയും ചിരിയും ബഹളമൊക്കെ ആണോ? വർത്തമാനം പറഞ്ഞു തുടങ്ങിയതല്ലേ ഉള്ളൂ. ചറപറാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പറയുന്നത് എന്താണെന്ന് അവക്കും അവളുടെ അമ്മയ്ക്കും മാത്രമേ മനസ്സിലാവുള്ളൂ. അല്ല, മഴമോളെന്ത് പറയുന്നു? ആ, മഴമോള് കുറച്ചുകൂടെ മുതിർന്നല്ലോ. വർത്തമാനത്തിനൊന്നും ഒരു കുറവുമില്ല. പക്ഷെ കുറുമ്പത്തിയാ. ആ അമ്മയുടെ അതേ സ്വഭാവം. വൈകിയെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ?